ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് ഫസ്റ്റ് ഓർഡർ അല്ല സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ഇക്വേഷൻസ് ആണ്, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആയിരുന്നു ലാസ്റ്റ് വരെ സോൾവ് ചെയ്ത് വെച്ചിട്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് ഓർഡറിൽ തന്നെ നോൺ ഹോമോജിയസ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നോൺ ഹോമോജിയസ് ഇക്വേഷൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് some constant into dy by dx plus another constant into y is equal to f of x. ഇവിടെ ഈ ഒരു എഫ് ഓഫ് എക്സ് ടേം ആണ് ഇവിടെ എന്തായി വരുന്നത്? നോൺ ഹോമോജീനിയസ് ആയിട്ട് വരുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇതിന് പല രീതിയിൽ സൊല്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇ റേസ് ടു എ എക്സ് ആണ് ഈ എഫ് ഓഫ് എക്സിന് പകരം വരുന്നതെങ്കിൽ നമ്മൾ യൂഷ്വലി പഠിച്ചിട്ടുള്ള ഒരു മെത്തേഡ് 1/g ഓഫ് ഡി ഇ റേസ് ടു എ എക്സ് എന്ന് പറയുന്ന ഈ ഒരു ഫോർമാറ്റ് ഈ ഒരു സൊല്യൂഷൻസ് ഉണ്ട്. അത് ഓരോ ഫംഗ്ഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ സൈൻ എക്സ് കോസ് എക്സ് ആണെങ്കിൽ അതിന് വേറൊരു രീതിയിലായിരിക്കും. അതുപോലെ എക്സ് റേസ് ടു എൻ എന്ന് പറയുന്ന ഫോർമാറ്റ് ആണെങ്കിൽ അതിന് വേറെ സൊല്യൂഷൻസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ഓരോ സൊല്യൂഷൻസ് ആയിട്ട് സെപ്പറേറ്റ് പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരൊറ്റ സൊല്യൂഷൻ ആയിട്ട് പഠിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ അതിന് പറ്റിയൊരു മെത്തേഡാണ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് മെത്തേഡ് അല്ലെങ്കിൽ യു സി മെത്തേഡ് എന്ന് പറയും. യു സി മെത്തേഡ്, ഓക്കെ, അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് മെത്തേഡ് എന്ന് പറയും. ഓക്കെ, സോ ഇത് നമുക്ക് എഫ് ഓഫ് എക്സ് ഏത് ഫംഗ്ഷൻ വന്നാലും യൂസ് ചെയ്യാം. ഇ റേസ് ടു എക്സ് വരാം എന്നാലും യൂസ് ചെയ്യാം, കോസ് സം ഫംഗ്ഷൻ എക്സ് വന്നാൽ യൂസ് ചെയ്യാം, സൈൻ സം കോൺസ്റ്റന്റിന്റെ ഫംഗ്ഷൻ വന്നാൽ യൂസ് ചെയ്യാം, എക്സ് റേസ് ടു എൻ, അങ്ങനെ എന്ത് തരത്തിലുള്ള ഫംഗ്ഷൻ വന്നാലും, അതായത് എഫ് ഓഫ് എക്സിന് പകരം ഇതിൽ ഏത് വന്നാലും നമുക്ക് യൂഷ്വലി ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, സോ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം എങ്ങനെയാണ് നമ്മളൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എഴുതാമെന്നാണ്. വൈ എങ്ങനെയാണ് നമ്മൾ എഴുതാമെന്നാണ്. വൈ ഏതാ? രണ്ട് ടേം ഉണ്ടാവും, വൈ സി പ്ലസ് വൈ പി എന്നാണ് നമ്മൾ അതിന് പറയാം. ഓക്കെ, വൈ സി എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആണ്. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അതായത് നമുക്കിപ്പോൾ അത് കിട്ടിയിരിക്കുന്ന ഫംഗ്ഷൻ സപ്പോസ് ലൈക്ക് ഡി എക്സ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് കോൺസ്റ്റന്റ് dy by dx plus y equal to f of x. ഓക്കെ, ഇങ്ങനെ ഇതാണല്ലോ നമ്മുടെ എന്താ സെക്കൻഡ് ഓർഡർ നോൺ ഹോമോജീനിയസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇതിനെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, വൈ സി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? അതിനെ ഹോമോജീനിയസ് ആക്കി മാറ്റുക. അതായത് ഒന്നുമില്ല, ഇതിനെ നേരെ ഇക്വേഷൻ ഈക്വൽ ടു വൈ എന്ന് കൊടുക്കുക. എഫ് ഓഫ് എക്സിന് പകരം വൈ എന്ന് കൊടുക്കുക, എന്നിട്ട് അതിന്റെ സൊല്യൂഷൻസ് കാണാം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ ചെയ്തിരുന്നു, അതല്ലേ? ഈ റൈറ്റ് സൈഡിൽ 0 വരാണെങ്കിൽ നമ്മൾ ഈ സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ഇക്വേഷന് 3 സൊല്യൂഷൻസ് ആണ് പിടിച്ചത്. ഒന്ന് M1ഉം M2ഉം ഡിഫറെന്റ് ആണെങ്കിലുള്ള കേസ്, അല്ലെ? ഒന്ന് M1 M2ഉം ഡിഫറെന്റ് ആവുന്ന കേസും, ഒന്ന് M1 M2ഉം സെയിം ആവുന്ന കേസും, പിന്നെ ലാസ്റ്റ് കോംപ്ലക്സ് ആവുന്ന കേസാണ് പഠിച്ചത്. ഒന്ന് M1 M2 നോട്ട് ഈക്വൽ ആവുന്ന കേസ്, ഒന്ന് M1 M2 ഈക്വൽ ആവുന്ന കേസ്, അവസാനം എന്താണ്? കോംപ്ലക്സ് ആവുന്ന കേസ്, അല്ലെ? കോംപ്ലക്സ് വരുന്ന കേസ്. ഈ 3 സൊല്യൂഷൻസ് ആയിട്ട് ഈ ഒരു ഹോമോജീനിയസ് ഇക്വേഷന്റെ സൊല്യൂഷനിലായിട്ട് വരാം. അപ്പോൾ വൈസ് കണ്ടുപിടിക്കേണ്ടത് എന്താണ് ഇവിടെ എഫ് ഓഫ് എക്സ്, അതിന് 0 കൊടുക്കുക, എന്നിട്ട് നോർമലി നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എഴുതുന്ന പോലെ എം സ്ക്വയർ പ്ലസ് എ എം പ്ലസ് ബി എന്നുള്ള ഒരു ഇക്വേഷൻ ഇട്ടിട്ട് എന്ത് ചെയ്യുക? സോൾവ് ചെയ്ത് അതിന്റെ സൊല്യൂഷൻ വൈ കണ്ടെത്തുക. ഈ വൈ സി ആണ് എന്തെന്ന് പറയുന്നത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് വൈ സി എന്ന് പറയുന്ന പാർട്ട് ആ ഒരു സംഭവമാണ്. ഇനി രണ്ടാമത്തേതാണ് നമുക്ക് പ്രധാനമായിട്ടും കണ്ടുപിടിക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് വൈ പി, പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്നാണ് നമ്മൾ അതിനെ പറയാം. എന്താണ് പർട്ടിക്കുലർ ഇന്റഗ്രൽ? പർട്ടിക്കുലർ ഇന്റഗ്രൽ, ഓക്കെ. വൈ പി എന്ന് പറയുന്നത് പർട്ടിക്കുലർ ഇന്റഗ്രൽ അല്ല, സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്ന് പറയേണ്ട. വൈ പി ഇസ് പർട്ടിക്കുലർ സൊല്യൂഷൻ.
സൊല്യൂഷൻ ആണ്. അപ്പൊ ഈ yp എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ മെയിൻ ഒരു ജോലി എന്ന് പറയുന്നത്, മെയിൻ പണി എന്ന് പറയുന്നത് അതുതാണ്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വൈസ് ചെയ്ത് പോവാം. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് അതിന്റെ മെത്തേഡ് പറഞ്ഞുതരാം എങ്ങനെയാണ് നമുക്കത് ചെയ്യാന്നുള്ളത്. ആദ്യം നമ്മൾ ഈ സോൾവ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ഫൈൻഡ് കോംപ്ലിമെന്ററി സൊല്യൂഷൻ, അതായത് yc കണ്ടെത്താം. കോംപ്ലിമെന്ററി സൊല്യൂഷൻ ആദ്യം എന്ത് ചെയ്യുക, yc കണ്ടെത്താം. ഇനി രണ്ടാമത്തെ എന്ത് ചെയ്യണം, ഫോം എ UC സെറ്റ്. എങ്ങനെയാണ് UC സെറ്റ് ഫോം ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചു തരാം. ഫോം എ UC സെറ്റ്. ഈ ഫോം എ UC സെറ്റ് എന്ന് പറയുമ്പോൾ എന്താണോ നമ്മുടെ കയ്യിലുള്ള f(x) അതിന്റെ എന്താണ് എല്ലാ പോസിബിൾ ഡെറിവേറ്റീവ്സും കൂടി അടങ്ങുന്ന ഒരു സെറ്റ് ആയിരിക്കണം എന്ത് ഈ UC സെറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് f(x) അതിന്റെ ഡെറിവേറ്റീവ്, ഓൾ പോസിബിൾ ഡെറിവേറ്റീവ്സ് ആണ് നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ UC സെറ്റ് ഫോം ചെയ്യുക. ഇനി നമ്മൾ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത്, നമ്മൾ ഈ എഴുതിയ ഈ ഒരു UC സെറ്റിൽ ycയുടെ ഏതെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോ ഈ എഴുതിയ UC സെറ്റ് ഉണ്ടല്ലോ, ഫോഫിക്സിന്റെ പല ഡെറിവേറ്റീവ്സ് ആയിട്ട് എഴുതി ഫോം ചെയ്ത UC സെറ്റിൽ ycക്ക് നമ്മൾ കണ്ടെത്തുമ്പോൾ ഈ റേസ് ടു സംതിങ് എന്നൊക്കെ ഒരു രീതിയിലുള്ള നമുക്ക് സൊല്യൂഷൻ വരാം. അങ്ങനത്തെ എന്തെങ്കിലും ഒരു ടേം നമ്മുടെ ഈ UC സെറ്റിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെറ്റിനെ എൻറ്റയർലി എന്ത് ചെയ്യണം, അതിന്റെ ലോവസ്റ്റ് ഇൻഡിവിജ്വൽ വേരിയബിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് if UC set contains yc, so then multiply entire set with the lowest power of independent variable. Okay. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം നമ്മൾ നോക്കാം, പിന്നെയും നോക്കണം ycയുടെ ഫംഗ്ഷൻ ഒന്നും വരുന്നില്ലെന്ന്. സ്റ്റിൽ പിന്നെയും ഫംഗ്ഷൻ വരാണെങ്കിൽ ഒന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് ആ ഒരു ഫോർമേഷൻ നമ്മൾ ചെയ്യാം. ഓക്കെ, ഇനി നാലാമത്തേന്ന് പറയുന്നത് ഇതിനെ yp എന്നുള്ള ഒരു ടേംസിൽ, അതായത് നമ്മൾ കിട്ടിയ യൂസിനെ നമ്മളൊരു ypയുടെ ലീനിയർ കോമ്പിനേഷൻ എന്നുള്ള രീതിയിൽ എഴുതാം. റൈറ്റ്, yp as linear combination of all members of UC set. നമുക്കൊരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ കറക്റ്റ് കാര്യം മനസ്സിലാവും. ഇപ്പൊ ജസ്റ്റ് ആ ഒരു വഴികൾ മാത്രം പറയാം. ഇനി ഈ ypയുടെ ടേംസിൽ ഏതാ, അതിനുശേഷം എന്ത് കണ്ടെത്തണം, എത്രയാണോ നമ്മുടെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് y ഡാഷും കണ്ടെത്തണം, y ഡബിൾ ഡാഷും കണ്ടെത്തണം. ഈ ypയുടെ തന്നെ y ഡാഷും y ഡബിൾ ഡാഷും കണ്ടെത്തണം. എന്നിട്ട് എന്ത് ചെയ്യുക, അത് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. in the original ODE. അതായത് ypയുടെ കോമ്പിനേഷൻ ആയിട്ട് എഴുതിയതിനു ശേഷം y ഡാഷ് p, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണണം, സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണം, എന്നിട്ട് അത് ഒറിജിനൽ ODE ഇടണം. എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്യണം, നമുക്ക് അവിടെ നിന്ന് അൺഡിറ്റർമിൻഡ് ആയിട്ടുള്ള കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കണം. അൺഡിറ്റർമിൻഡ്, അതായത് നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും നമുക്കൊരു 4 കോഎഫിഷ്യൻസ് വരും.
ആകെ 2 കോഎഫിഷ്യന്റ് മാത്രമേ നമുക്ക് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സൊല്യൂഷനിൽ വരാൻ പാടുള്ളൂ. അതായത് 2 ആർബിട്രറി കോഎഫിഷ്യൻസ് മാത്രമേ വരാൻ പാടുള്ളൂ. ബാക്കി എല്ലാത്തിനും ഒരു വാല്യൂ വേണം. അപ്പൊ ആ വാല്യൂ ആണ് ആ കണ്ടുപിടിക്കുന്നത് നമ്മൾ. അപ്പോൾ ഫൈൻഡ് ദി അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻസ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഒരു 5 പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു 5 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് എഫ് ഓഫ് എക്സ് ഇ റേസ് ടു എ എക്സ് ആണെങ്കിൽ അതിന്റെ യു സി സെറ്റ് എഴുതാണെങ്കിൽ, യു സി സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പോസിബിൾ ഡെറിവേറ്റീവ്സ് ഒക്കെയാണ് അതിൽ എഴുതേണ്ടത്. ഇ റേസ് ടു എക്സിന്റെ ഇ റേസ് ടു എക്സ് മാത്രമേ. ഓക്കെ, ഈ എഫ് ഓഫ് എക്സ് കോസ് എ എക്സ് ആണെങ്കിൽ കോസ് ബി എക്സ്, കോസ് എ എക്സ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഒരു ഇത്, അതിന്റെ യു സി സെറ്റ് ഏതാണെങ്കിൽ എന്ത് വരും? കോസ് എ എക്സ് എഴുതും, എഫ് ഓഫ് എക്സ് അതിന്റെ ഡെറിവേറ്റീവ് ഏതൊക്കെ? സൈൻ എ എക്സ്. ഓക്കെ, നമുക്ക് സയൻസ് ഒക്കെ അതായത് നെഗറ്റീവ് പോസിറ്റീവ് സയൻസ് ഒക്കെ നെഗ്ലക്ട് ചെയ്യാം കേട്ടോ. ഇനി എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബ് ആണെങ്കിൽ സപ്പോസ് അതിന്റെ യു സി സെറ്റ് എന്ന് പറയുമ്പോൾ എക്സ് ക്യൂബ് എക്സ് സ്ക്വയർ എക്സ് ഒന്നും കൂടി വരും ഇല്ലേ? അതായത് ഓൾ പോസിബിൾ ഡെറിവേറ്റീവ് ആണ്. എക്സ് ക്യൂബിന് ആദ്യം ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ, അതിനെ പിന്നെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എക്സ്, അതിനെ പിന്നെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 1. അപ്പൊ ഇത്രയും എന്ത് ചെയ്യണം? നമ്മൾ യു സി സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. അത് എക്സ് റേസ് ടു 4 ആണെങ്കിൽ ഒന്നും കൂടി വരും. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഇ റേസ് ടു 9x ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? എക്സ് സ്ക്വയർ ഇ റേസ് ടു 9x എക്സ് ഇ റേസ് ടു 9x 9 അല്ല 7 ഇട്ടാൽ മതിയായിരുന്നു. 9ഓ 7ഓ എങ്ങനെയാണെങ്കിലും എടുക്കാം. അതേപോലെ തന്നെ ലാസ്റ്റ് ഇ റേസ് ടു എ ആക്കാം, വാല്യൂ വേണ്ട എ. ഓക്കെ, എക്സ് ഇ റേസ് ടു എ എക്സ്. ഓക്കെ, അപ്പൊ ഈ കാരണം നമുക്ക് ഇ റേസ് ടു എ എക്സിന് വേറെ പോസിബിൾ വാല്യൂസ് ഒന്നും ഇല്ലാതെ മാത്രമല്ലോ. അപ്പൊ എക്സ് സ്ക്വയറിന്റെ മാത്രം നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നു. ഇനി വേണമെങ്കിൽ നമുക്ക് ഇ റേസ് ടു എ എക്സും സൈൻ ബി എക്സും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ നോക്കാം. അപ്പോൾ എന്താണ്? ഇ റേസ് ടു എ എക്സ് സൈൻ എക്സ്, ആദ്യം എഫ് ഓഫ് എക്സ് തന്നെ എഴുതാം, രണ്ടാമത് അതിനെന്ത് ചെയ്താൽ നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് എഴുതാം, ഓഫ് ബി എക്സ്. ഇവിടെ ഒരു ബി ഉണ്ട്, ബി വിട്ടു. ഇങ്ങനെയാണ് നമ്മൾ എഴുതാം. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് നമുക്ക് എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ സൈൻ എക്സിന്റെ അല്ലെങ്കിൽ സൈൻ ബി എക്സിന്റെ ഒരു എഴുതാം. അപ്പോൾ എക്സ് സ്ക്വയർ സൈൻ ബി എക്സ്. ഓക്കെ, ആദ്യം എന്ത് ചെയ്താ? ഫസ്റ്റ് ഫംഗ്ഷൻ അവിടെ തന്നെ നിർത്തിയിട്ട് രണ്ടാമത്തെ ഡെറിവേറ്റീവ് എഴുതാം. ഇനി ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കുക, സെക്കൻഡ് ഫംഗ്ഷൻ അവിടെ തന്നെ നിർത്തിയിട്ട് ആൻഡ് ലാസ്റ്റ് എന്തൊക്കെ വരും? ലാസ്റ്റ് ഒരു സൈൻ ബി എക്സും ഒരു കോസ് ബി എക്സും കൂടി വരും അല്ലേ? ഇത്രയാണ് ഇതിന്റെ യു സി സെറ്റുകൾ. ഇങ്ങനെയാണ് നമ്മൾ എഴുതാം. ഓക്കെ, ഇ റേസ് ടു എക്സ് ഒക്കെ വന്നാൽ വളരെ എളുപ്പമാണ്. യു സി സെറ്റ് എഴുതാൻ അധികം പണിയൊന്നുമില്ല. എക്സ് ക്യൂബ് വന്നാലും അതൊന്നും പ്രശ്നമില്ല. എക്സ് സ്ക്വയറും സൈനിന്റെയും കോസിന്റെയും ഒക്കെ ഫംഗ്ഷൻ കമ്പൈൻ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്നത്. ആ യു സി സെറ്റ് കുറച്ച് ലെങ്തി വരുന്നത് ആ ഒരു ഏരിയയിൽ നിൽക്കുമ്പോൾ മാത്രമാണ്. ഓക്കെ, സെക്കൻഡ് റെക്കോർഡിംഗ് ആണ്. ഓക്കെ, നമുക്കിനി ഒരു എക്സാമ്പിൾ വെച്ച് ഇത് സോൾവ് ചെയ്യാം. കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. സോ ഒരു ക്വസ്റ്റ്യൻ എഴുതാം, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 4dy by dx plus 4y equal to x cos 2x. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നോക്കാം, എക്സ് കോസ് 2x ആണ് നമ്മുടെ ആരെന്ന് പറയുന്നത്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓർക്കണം, y ഈക്വൽ ടു വൈ സി പ്ലസ് വൈ പി ആണ്. അപ്പൊ ആദ്യം നമ്മൾ ആര് കണ്ടെത്തണം? വൈ സി കണ്ടെത്തണം. ഓക്കെ, വൈ സി നമ്മൾ എന്ത് ചെയ്യും? നേരെ ഈ ഇക്വേഷനെ നമുക്ക് ഓക്സിലറി ടേംസിൽ എഴുതാം, എം സ്ക്വയർ 4m പ്ലസ് 4y ഈക്വൽ ടു 0.
അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇത് ചെയ്യാൻ അറിയുന്നതുകൊണ്ട് ഞാൻ അധികം ചെയ്യുന്നില്ല. ലാസ്റ്റ് ഫൈനൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടും? yc രണ്ടും -2 തന്നെയല്ലേ കിട്ടുക, m1 m2 -2 തന്നെയാണ് കിട്ടുക. അപ്പോൾ yc is equal to c1 e raised to -2x plus c2 x e raised to -2x. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അപ്പൊ നമ്മൾ yc എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണ്ടേ? ഇനി നമ്മൾ നമ്മുടെ UC സെറ്റ് എഴുതണം. UC സെറ്റ് എഴുതണം. അപ്പൊ UC സെറ്റ് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആലോചിക്കണം. f of x എന്ന് പറയുന്നത് x cos 2x ആണ്. ഓക്കെ, അപ്പോൾ അതിന്റെ പോസിബിൾ ഡെറിവേറ്റീവ്സ് എഴുതുമ്പോൾ എന്തൊക്കെ വരും? x sin 2x പിന്നെ cos 2x sin 2x 4 ടേംസ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് UC സെറ്റ് ആയി. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ UC സെറ്റിലെ ഏതെങ്കിലും ടേം നമ്മുടെ YC ഉണ്ടോന്നാണ്, അല്ലെങ്കിൽ YC യിലുള്ള ഏതെങ്കിലും ടേം UC സെറ്റിൽ വരുന്നുണ്ടോന്നാണ്. ഇവിടെ ഭാഗ്യത്തിന് എന്തില്ല, YC യിലെ ഈ റേസ് ടു എന്ന് പറയുന്ന ടേം ഒന്നും ഇവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ട, എന്തായത് ലോവസ്റ്റ് കോഎഫിഷ്യന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ലോവസ്റ്റ് പവർ എന്ന് പറയുന്നത് എക്സിന്റെ ഇതിലാണ്. അപ്പൊ അത് അവിടെ നമുക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ നമുക്ക് എന്ത് ചെയ്യാം? YPയുടെ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം അല്ലെ? YPയുടെ കോമ്പിനേഷൻ ആയിട്ട് വരുമ്പോൾ YP is equal to എഴുതാം, ആദ്യത്തെ ഒരു കോൺസ്റ്റന്റ് AX cos 2x plus BX രണ്ടാമത്തെ കോൺസ്റ്റന്റ് sin 2x plus C cos 2x and D sin 2x. ഓക്കെ, ഇതാണ് നമ്മുടെ YP എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി ആദ്യം ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ AX cos 2x ആണ്. സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് A cos 2x മൈനസ് 2AX sin 2x. ഓക്കെ, അത് മനസ്സിലായില്ലേ? ഞാനിപ്പോൾ ഇതിന്റെ ഡെറിവേഷൻ ആണ് ഇപ്പോൾ എടുത്തത്. പ്ലസ് BX sin 2x ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? B sin 2x, എക്സിന്റെ ഡെറിവേറ്റീവ് വന്നതുകൊണ്ട്, പിന്നെ പ്ലസ് 2BX cos 2x. ഒരു ലെങ്തി ടേം വരും. പക്ഷെ ആ ലെങ്തി ടേം നോക്കണ്ട, കുറെ വെട്ടി പോകും നമുക്ക്. ഓക്കെ, ആ ലെങ്തി ടേം കൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ വെട്ടി പോകുന്നതാണ്. ആൻഡ് സിയുടെ ഈ ഒരു ഫംഗ്ഷൻ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ലെറ്റ്സ് ഗെറ്റ് 2C sin 2x plus C sin 2 C cos 2x, right? ഇവിടെ എക്സ് ഇല്ലല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ എക്സ് ഇല്ലല്ലോ, ഞാൻ എക്സ് ഉണ്ട് നല്ല രീതിയിൽ ഡെറിവേറ്റ് ചെയ്യണം. ഇവിടെ എക്സ് ഇല്ലല്ലോ, പിന്നെ ആർക്കുള്ളത് ഡി സൈൻ ഇതല്ലേ, അപ്പോൾ അത് 2D cos 2x. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 5' ഇനി y ഡബിൾ ഡാഷ് അല്ലെങ്കിൽ y ഡബിൾ പ്രൈം എടുക്കാം, സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കാം. അപ്പോൾ ഇതിന് ഒന്നും കൂടി ഡെറിവേറ്റീവ് വേണം. അപ്പോൾ കുറച്ചും കൂടി വലിയൊരു ടേമിൽ വരും. അപ്പോൾ A cos 2x എന്ന് പറയുമ്പോൾ -2A sin 2x മൈനസ് ഇതിനെടുക്കുമ്പോൾ 4AX cos 2x മൈനസ് ഇവിടെ ചെയ്യുമ്പോൾ -2A sin 2x. അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് ആണിത്. ഓക്കെ, ഫസ്റ്റ് ഇതിന്റെ ഒരു ഡെറിവേറ്റീവ് ഇവിടെ ഉണ്ട്, -4A cos θ. അതിന്റെ തന്നെ മറ്റൊരു ഇതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, B sin 2x അല്ലേ? B sin 2x ചെയ്യുമ്പോൾ നമുക്ക് 2B cos 2x നമുക്ക് കിട്ടാം, -4B sin 2x അല്ലേ? sin 2x വരും. ഓക്കെ, B sin 2x ഈ ഒരു ഭാഗമാണ് ചോദിക്കുന്നത്. പിന്നെ ബാക്കിയൊക്കെ ഇവിടെ നിന്ന് വരുന്നു 2x. ലാസ്റ്റ്
ലാസ്റ്റ് പ്ലസ് പ്ലസ് ആണ് വരാം, പ്ലസ് അല്ലല്ലോ മൈനസ് അല്ലേ വരാം, ഇവിടെ മൈനസ് ആണല്ലോ ഇവിടെ. ഓക്കെ മൈനസ് ആണ്. മൈനസ് മൈനസ് 4c cos 2x മൈനസ് 4b sin 2x. ഇത്രയും വലിയൊരു ടേം വന്നു. ഓക്കെ, വൈ ഡബിൾ പ്രൈം പിയും വൈ പ്രൈം പിയും തമ്മിൽ അങ്ങനെ ഒരു വലിയ ടേം ആണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അറിയാലോ, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് അല്ല 4 dy by dx പ്ലസ് 4yp ഈക്വൽ ടു എന്താണ് എക്സ് കോസ് 2x എന്നുള്ള ടേം. ഇനി ഈ y ഡബിൾ പ്രൈം ഇവിടെ കൊടുക്കുക, y പ്രൈം എന്ത് ചെയ്യുക ഇവിടെ കൊടുക്കുക, ഈ ഒരു ടേമിൽ കൊടുക്കുക, ആൻഡ് ypക്ക് പകരം ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇതെല്ലാം ഞാൻ ഈ yp നമ്മൾ കൊടുക്കുക, പ്രശ്നം വരുന്നില്ല, മനസ്സിലാവും. ഇനി എന്തേ, എന്നിട്ട് നമ്മൾ ഇതിനെ ഇക്വേറ്റ് ചെയ്യണം. അപ്പൊ അതാണ് ഒരു വലിയ ടേം വരുന്നതെന്ന് പറയുന്നത് ആ ഒരു സംഭവം. ജസ്റ്റ് ഒന്നുമില്ല, വൈ ഡബിൾ പ്രൈമെ നമ്മൾ ഇപ്പൊ കിട്ടിയ വാല്യൂസ് എല്ലാം കൊടുക്കുക. അപ്പൊ നേരെ അങ്ങോട്ട് എഴുതാം, വൈ എ സൈൻ 2x മൈനസ് 4ax cos 2x മൈനസ് 2a സൈൻ 2x പ്ലസ് 2b cos 2x മൈനസ് 4b സൈൻ 2x. ഒരു പേഴ്സണൽ ടേം ഉണ്ടാവില്ല, മൈനസ് 4c cos 2x മൈനസ് 4b sin 2x. ഇനി എന്ത് ചെയ്യണം, പ്ലസ് ഇടണം, പ്ലസ് 4 ഇൻറ്റു, ഞാൻ കുറച്ചും കൂടി ഒരു ഷോർട്ട് ആക്കിയ വെർഷൻ കാണാൻ പറ്റുമോ, 4 ഇൻറ്റു ഇവിടെ എന്ത് ചെയ്താം, ഇവിടെ y ഡാഷ് ചെയ്യണം, എങ്ങനെ a cos 2x മൈനസ് 2ax sin 2x പ്ലസ് b sin 2x plus 2bx cos 2x minus 2c sin 2x plus 2d cos 2x. അത് അവിടെ ഉണ്ട്. പിന്നെയും പ്ലസ് ചെയ്യാണ് 4 ഇൻറ്റു വൈ, വൈ എന്ന് പറയുന്നത് എന്താ, എ എക്സ് കോസ് 2x പ്ലസ് ബി എക്സ് സൈൻ 2x പ്ലസ് സി cos 2x plus b sin 2x. ഓക്കെ, ഇങ്ങനെ ഒരു വാല്യൂസ് ഇടാം. ഇത് കുറച്ച് വലിയൊരു ടേം ആയിപ്പോയി, പക്ഷേ യൂഷ്വലി ഇത്രയും വലിയ ടേംസുകൾ വരാറില്ല. ചിലപ്പോൾ വരാണെങ്കിൽ മാത്രം, പക്ഷെ ഇതൊക്കെ കുറെ വെട്ടിപ്പോകും, കുറെ ക്യാൻസൽ ചെയ്തു. നമ്മൾ ഇതിന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സിലാവും നമുക്ക്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോന്നിന്റെയും കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. ഇത്ര വലിയ ടേം ആയതുകൊണ്ട് തന്നെ ഇക്വേറ്റ് കോഎഫിഷ്യൻറ്റ്. ഓക്കെ, ഇക്വേറ്റ് കോഎഫിഷ്യന്റ് നമ്മൾ ആദ്യം നമുക്ക് ഇവിടെയുള്ള സൈൻ 2x, ഓക്കെ, സൈൻ 2xന്റെ ഇക്വേഷൻസ് കോഎഫിഷ്യൻസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ സൈൻ 2x എവിടെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു -2a ഉണ്ട്, ഇവിടെ ഒരു -2a ഉണ്ട്. അപ്പോൾ ഞാൻ അതിന് ഒരുമിച്ച് -4a നമ്മുടെ ആക്കി എഴുതാം. ഓക്കെ, മൈനസ് പിന്നെ നമുക്ക് ഇവിടെ ഒരു -4d കിടക്കുന്നുണ്ട്. സോ -4d ആൻഡ് ഈ 4 ഇങ്ങോട്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ആണെങ്കിൽ നമുക്കൊരു +4b വരില്ലേ, +4b വരും. ഓക്കെ, ആൻഡ് ഒരു ഈ 4നെ തന്നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -8c എന്നും വരും, കിട്ടുകയും ചെയ്യും. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ഈ 4നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് d ആണ്, ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ഒരു 4d കൂടി കിട്ടും. ഈക്വൽ ടു 0, കോഎഫിഷ്യൻസ് ഈക്വൽ ടു 0 ആണ് കൊടുക്കുന്നത്. അതായത് കോഎഫിഷ്യൻസ് മാത്രം എടുക്കുക. ഇവിടെ ഈക്വൽ ടു എന്തുണ്ട്, എക്സ് കോസ് 2x ഉണ്ട്. ഓക്കെ, അപ്പോൾ
ഇവിടെ സൈനിന്റെ ടേംസ് ഈ റൈറ്റ് സൈഡിൽ സൈനിന്റെ ടേംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കോഎഫിഷ്യൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളവിടെ 0 കൊടുത്തു. ഓക്കെ, ഇനി ലെറ്റ്സ് സേ cos 2x. cos 2xന്റെ കോഎഫിഷ്യൻസുകൾ നോക്കാം. സിമിലർലി ഇതുപോലെ തന്നെ cos 2xന്റെ ടേമുകൾ നോക്കാം. ഇവിടെ ഒരു -4 കിടപ്പുണ്ട്. ആൻഡ് ഇത് തന്നെ -4b. അത് ax ഇവിടെ x ഉണ്ട്, സോറി, അപ്പൊ ഈ ടേം വരില്ല. 4b 2b ആൻഡ് ഓക്കെ 4b ആണ് ഇവിടെ ആദ്യത്തെ വരുന്നത് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. -4c ആൻഡ് +4a +8d മൈനസ് അല്ല പ്ലസ് തന്നെയാണ് 4c. ഇവിടെയും റൈറ്റ് സൈഡിൽ x cos 2x ആയതുകൊണ്ട് തന്നെ കോസിന്റെ കോഎഫിഷ്യൻസ് ഒന്നുമില്ല. cos 2x ആണ്, x cos 2x അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ കോഎഫിഷ്യൻസ് ഒന്നുമില്ല. ഇനി നമ്മൾ x cos 2x എടുക്കുകയാണ്. x cos 2xന്റെ കോഎഫിഷ്യന്റ് ലെഫ്റ്റും റൈറ്റിലും നോക്കുമ്പോൾ ഇവിടെ -4a കിട്ടും. ഇത് നോക്കിയാൽ മതി, 8b +4a = ഇവിടെ 1 കൊടുക്കണം. കാരണം എന്താ, റൈറ്റ് സൈഡിൽ x cos 2x ആണ്. അപ്പൊ x cos 2xന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 1 ഉണ്ട്. അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 1 അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 1 കൊടുക്കണം. 0ക്ക് പകരം ഇതിന് മാത്രം 1 എടുക്കണം. ഈ ലാസ്റ്റ് x sin 2x. x sin 2xന്റെ വാല്യൂസ് എന്ന് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, -4b ഇവിടെ പ്ലസ് വരില്ല, ഇത് മൈനസ് ആണ്, മൈനസ് അല്ല എടുക്കുന്നത്, മൈനസ് ആണ്. -8a +4b എന്ന് വരും. അതും എന്താണ്, 0 ആണ്. ഇനി ഇതിനെ ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിക്കലാണ് നമ്മുടെ പ്രധാന പരിപാടി. അപ്പോൾ ഇവിടെ 0 ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും, ഈ -4b ഈ +4b ക്യാൻസൽ ചെയ്ത് പോകും. ആൻഡ് we can write 8c = 4b അല്ലെ, 8c = 4b. Okay, 8c = 4b. Then let's say c is equal to 1/16. ഓക്കെ, അങ്ങനെ നമുക്ക് അതിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇവിടെ പിന്നെ ഇവിടെ ചെയ്യുന്ന സമയത്ത് 8d എന്നുള്ളതിൽ നമ്മൾ സൊല്യൂഷൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ -4c വെട്ടിപ്പോവും. ആൻഡ് 8d എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ -1/2 എന്ന് എഴുതാൻ പറ്റും. ആൻഡ് b will be -1/16 എന്നുള്ള ഇത് കിട്ടും. -1/16 എന്നുള്ള ഇതിൽ വരും b എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് we get b = 1/8. നൈസായിട്ട് ഇവിടെ ഇതും ക്യാൻസൽ ചെയ്ത് വരും, b മാത്രമല്ല, b = 1/8. ആൻഡ് ലാസ്റ്റ് ഇയർ ഇവിടെ -4 ഇതും a = 0 അല്ലെ, a = -8a ആണ്. അപ്പോൾ ഇവിടെ =0 ആണ്, അപ്പോൾ a = 0. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് എയുടെ വാല്യൂ കിട്ടി, ബിയുടെ വാല്യൂ കിട്ടി, ആൻഡ് സി ആൻഡ് ഡി ഈ 3 വാല്യൂസ് നമുക്ക് അവിടെ കിട്ടി. ഓക്കെ, ഇവിടെ ഞാൻ 1/16 എഴുതിയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ബിയുടെ വാല്യൂ ഞാൻ 1/8 ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ അത് ഈ 8നെ ഇങ്ങോട്ട് താഴേക്ക് വരുമ്പോൾ പിന്നെ 16 എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതാണ്. അതുപോലെ 8d -1/2 എന്ന് വരുന്നു, d = -1/16 എന്നുള്ള രീതിയിൽ വരുന്നു. അതുപോലെ a = 0. ആദ്യം ശരിക്കും താഴെ നിന്നാണ് ചെയ്ത് തുടങ്ങാൻ കുറച്ചുകൂടി എളുപ്പം. ഞാൻ അവിടെ ഓൾറെഡി ചെയ്തുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതി പോകുന്നത്. ശരിക്കും ഇവിടെ നിന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം എയുടെ വാല്യൂ കിട്ടും, പിന്നെ ഈ എയുടെ വാല്യൂ ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് 1/8 കിട്ടും. പിന്നെ ഡിയുടെ വാല്യൂ കിട്ടും, അതുപോലെ ഡി എന്ന് കൊടുത്ത് സിയുടെ വാല്യൂ കിട്ടും. അങ്ങനെ ഇപ്പൊ നമുക്ക് ABCD നോക്കി, നമ്മൾ ആദ്യം എഴുതി വെച്ച നമ്മുടെ UC സെറ്റിന്റെ എയുടെ വാല്യൂ, ബിയുടെ വാല്യൂ, സിയുടെ വാല്യൂ, ഡിയുടെ വാല്യൂ, ഈ 4ന്റെ വാല്യൂ കിട്ടി. ഓക്കെ, ഞാൻ പറഞ്ഞു നമുക്ക് ഈ നമ്മുടെ ഫുള്ള് സൊല്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, y = yc + yp എന്നാണ്. ഓക്കെ, ഇവിടെ ycയിൽ തന്നെ ഓൾറെഡി 2 c1 and c2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 2 ആർബിട്രറി കോഎഫിഷ്യൻസ് ഉണ്ട്. ഇനി ypയിലും കൂടി നമുക്ക് കോഎഫിഷ്യൻസ് വരാന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം സെക്കൻഡ് ഓർഡറിൽ ആകെ കൂടെ 2 കോഎഫിഷ്യൻസ് മാത്രമേ അലൗഡ് ഉള്ളൂ. അപ്പൊ ഇവിടെയുള്ള എക്കും ബിക്കും സിക്കും ഡിക്കും ഒക്കെ എന്തുണ്ട്, ഒരു എക്സാക്ട് വാല്യൂ ഉണ്ട്.
എക്സാക്ട് വാല്യൂ ആണോ നമ്മൾ കണ്ടെത്തുന്നത് മെയിനായിട്ട്. ഓക്കെ, അപ്പൊ ഇനി വേറെ ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യണം, ഈ വൈപ്പിനെ ആ ഒരു വാല്യൂസിന്റെ ഫോർമാറ്റിൽ എഴുതാം. എങ്ങനെ, എ എക്സ് കോസ് ടു എക്സ് ഇല്ലേ, എയുടെ വാല്യൂ അപ്പൊ ഈക്വൽ ടു 0, അപ്പൊ എയുടെ വാല്യൂ 0 ആയി പോകും. അപ്പോൾ നമ്മുടെ എ എക്സ് കോസ് ടു എക്സ് എഴുതേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യം കൂടി എഴുതാം, എ എക്സ് കോസ് ടു എക്സ് പ്ലസ് ബി എക്സ് സൈൻ ടു എക്സ് പ്ലസ് സി കോസ് ടു എക്സ് ആൻഡ് ബി സൈൻ ടു എക്സ്. ഓക്കെ, ഇങ്ങനെയല്ലേ. ഇനി എ 0 ആണെന്നറിയാം, കിട്ടി. അപ്പൊ എൻ്റയർ ടേം ക്യാൻസൽ ആയി പോകും. പിന്നെ ആകെ വരുന്നത് ബി എന്ന് പറയുന്നത് ആരാ, 1/8 ആണ്. അപ്പൊ 1/8 എക്സ് സൈൻ ടു എക്സ് പ്ലസ് സിയുടെ വാല്യൂ 1/16 ആണ്. 1/16 വിച്ച് ഈസ് കോസ് 2x പ്ലസ് ബി എന്ന് പറയുന്നത് മൈനസ് 1/16 ആണ്. ഓക്കെ, ഡി എന്ന് പറയുന്നത് മൈനസ് 1/16 ആണ്. മൈനസ് 1/16 ആണ്. മൈനസ് 1/16 ആണ്. മൈനസ് 1/16 സൈൻ 2x. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ വൈ പി. ഇനി ലാസ്റ്റ് ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ലാസ്റ്റ് ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ y ഈക്വൽ ടു വൈ സി പ്ലസ് വൈ പി ആണ്. വിച്ച് ഈസ് വൈ സി എന്ന് പറഞ്ഞാൽ എന്താണ്, c1 e റേസ് ടു മൈനസ് 2x പ്ലസ് c2 c2 x e റേസ് ടു മൈനസ് 2x. ഓക്കെ, പ്ലസ് എന്താണ് 1/8 എക്സ് സൈൻ 2x പ്ലസ് 1/16 cos 2x പ്ലസ് പ്ലസ് അല്ല, പ്ലസ് എഴുതുകയാണ് ഇതിൽ. ഓക്കെ, മൈനസ് 1/16 സൈൻ 2x. ഇതാണ് ഇതിന്റെ ടോട്ടൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. യൂഷ്വലി ചോദിക്കാറ് സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് നോൺ ഹോമോജീനിയസ് ഇക്വേഷനിൽ വൈ പി കണ്ടെത്താനാണ്. ഡയറക്റ്റ്ലി വൈ പി കണ്ടെത്താനേ ചോദിക്കാറുള്ളൂ. ലാസ്റ്റ് സൊല്യൂഷൻസ് അങ്ങനെ എഴുതാൻ പറയാറില്ല, കാരണം ഇത്രയും കുറച്ച് വലിയൊരു ടേമിലേക്കൊക്കെ മാറും. ഓക്കെ, അപ്പോൾ വൈ പി കണ്ടെത്താനാണ് പറയാറ്. അപ്പോൾ വൈ പി കണ്ടെത്താൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത്, ഒരുപാട് ഇക്വേഷൻസ് പഠിക്കുന്നതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് ഏറ്റവും നല്ലത് ഈ ഒരൊറ്റ മെത്തേഡ് പഠിക്കുന്നതാണ്. യൂസി മെത്തേഡ് എന്ന് പറയുന്ന അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് മെത്തേഡ് പഠിക്കാനാണ് എളുപ്പം. ആദ്യം വലിയ ചെയ്യാൻ കുറെ ഉണ്ടെന്ന് തോന്നുമെങ്കിലും ഇത്രയും കാര്യങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തു പോകാൻ പറ്റുക. അതായത് നമുക്ക് ഫസ്റ്റ് ഡെറിവേഷനും സെക്കൻഡ് ഡെറിവേഷനും എടുക്കാൻ പറ്റുമെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് എന്ത്, ഈ ഒരു യൂസി സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആദ്യം ഫസ്റ്റ് ഓർഡർ ലീനിയർ അല്ലേ, ലീനിയർ ഹോമോജീനിയസ് ODE, അത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ പഠിച്ചു? എക്സാക്റ്റ് ഉണ്ട് ആൻഡ് വേരിയബിൾ സെപ്പറബിൾ, പിന്നെ എനിക്കൊന്ന് ബെർണോളി ഇക്വേഷൻ ആണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ. ബെർണോളി ഇക്വേഷൻ അത് സെക്കൻഡ് ഓർഡറിലാണ് ബെർണോളി ഇക്വേഷൻ നോക്കിയത്. നമ്മൾ നോക്കിയത് അല്ല, ഫസ്റ്റ് ഓർഡറിൽ തന്നെയാണ് ബെർണോളി ഇക്വേഷനും വരാം. ഓക്കെ, ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മൾ പിന്നെ സെക്കൻഡ് ഓർഡർ പിന്നെ ഫസ്റ്റ് ഓർഡർ സോൾവ് ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. എന്താണ്? ഹോമോജീനിയസ് മെത്തേഡ്, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പി ഓഫ് എക്സ് ക്യൂ ഓഫ് ക്യൂ ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റാവുന്ന, അതായത് ഓക്കെ, ഫസ്റ്റ് ഓർഡറിൽ തന്നെ നോൺ ഹോമോജീനിയസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും വെച്ച് ചെയ്യുന്ന ഒരു ടേം ഉണ്ടാവുമല്ലോ, ഇന്റഗ്രൽ ഫാക്ടർ കണ്ടുപിടിച്ചിട്ട് അത്, അതായത് ഇങ്ങനെ y ഇൻറ്റു അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഇൻറ്റു ഇന്റഗ്രൽ ഫാക്ടർ ഇന്റഗ്രൽ ക്യൂ ഓഫ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഫാക്ടർ ഡി എക്സ്. ഇതാണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. എനിക്ക് ഫസ്റ്റ് ഓർഡർ നോൺ ഹോമോജീനിയസ് സൊല്യൂഷൻ സോൾവ് ചെയ്യുന്ന സൊല്യൂഷൻ ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു dy/dx പ്ലസ് p of x y ഈക്വൽ ടു q of x.
ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ക്യൂ ആണിത്. ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് പഠിച്ചു. ഇനി പിന്നെ സെക്കൻഡ് ഓർഡറിലേക്ക് വന്നപ്പോൾ നമ്മൾ സെക്കൻഡ് ഓർഡർ ODEയിലേക്ക് വന്നപ്പോൾ എന്തൊക്കെയാണ്, ഹോമോജീനിയസിൽ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. എന്തൊക്കെയായിരുന്നു, ഓക്സിലറി ഇക്വേഷൻ എഴുതാം, എന്നിട്ട് സൊല്യൂഷൻ കണ്ടെത്താം. സൊല്യൂഷൻ മൂന്ന് തരമേ ഉള്ളൂ. ഒന്ന് M1ഉം M2 ഈക്വൽ ആവുന്നത്, ഒന്ന് M1ഉം M2 ഈക്വൽ അല്ലാത്തത്, പിന്നെ എന്താ ഒരു സപ്പോസ് ഒരു ഇത് വരുന്നത് എന്താ, കോംപ്ലക്സ് ഫംഗ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ സൊല്യൂഷൻസ് ഉണ്ട്. ഈ 3 സൊല്യൂഷൻസിലേ വരുള്ളൂ. ഇനി നോൺ ഹോമോജീനിയസ് വരുന്ന സമയത്താണ് ഉള്ള കേസാണ് ഞാനിപ്പോ പറഞ്ഞത് UC സെറ്റ്. ഓക്കെ, UC സെറ്റ് യൂസ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ. ഈ UC സെറ്റ് വെച്ച് തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഓരോ e⁻x വെച്ച് വരുന്നതിന്റെ സെപ്പറേറ്റ് സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞു പോവാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നല്ലത് നമുക്ക് പരമാവധി കുറച്ച് ഇക്വേഷൻസ് പഠിക്കാന്നുള്ളതാണ്. അപ്പോ UC സെറ്റ് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ആ മെത്തേഡ് ശീലിക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഞാൻ എന്തായാലും കുറച്ചുകൂടി അസൈൻമെന്റ്സ് ഈ ക്ലാസ്സിനോടൊപ്പം തന്നെ ഇടുന്നുണ്ട്. അതിൽ ഈ ഫസ്റ്റ് ഓർഡർ ലീനിയറിന്റെയും സെക്കൻഡ് ഓർഡർ ലീനിയറിന്റെയും നോൺ ഹോമോജീനിയസും ഒക്കെ എന്തുണ്ടാവും, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം എല്ലാ മെത്തേഡും യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇത്രയുള്ളൂ ഇന്നത്തെ ഒരു ക്ലാസ്. മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.